കുടിവെള്ളം എന്നും നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നമായിരുന്നല്ലോ. അതിനൊരു സൊല്യൂഷൻ കാണാനായി ഇവിടുത്തെ സർക്കാരിന് വേണമെങ്കിൽ ഓരോ വീട്ടിലും ഓരോ കുഴൽ കിണർ അനുവദിക്കാമായിരുന്നു. സാധാരണ കിണറിനെ അപേക്ഷിച്ച് ചെലവും കുറവാണ്, പണിയും കുറവാണ്. പക്ഷേ സർക്കാർ അത് ചെയ്തില്ല. പകരം കുഴൽ കിണറുകളുടെ നിർമ്മാണത്തിന് കടുത്ത നിയന്ത്രണം കൊണ്ടുവരികയാണ് ഉണ്ടായത്. അതെന്തുകൊണ്ടായിരിക്കുമെന്നറിയാമോ? ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്: സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതി വിഭവങ്ങൾ വരും തലമുറയ്ക്കായി സംരക്ഷിച്ചുകൊണ്ട് നടത്തുന്ന വികസനത്തെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ട്രൈസ് ടു ബാലൻസ് എക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ വെൽഫെയർ ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഇത് പ്രകാരം പ്രകൃതി വിഭവങ്ങൾ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടതുണ്ട്. സോളാർ, വിൻഡ് പവർ പോലുള്ള റിന്യൂവബിൾ എനർജി സോഴ്സസിനെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. അതോടൊപ്പം പൊല്യൂഷൻ കുറയ്ക്കുകയും വനങ്ങൾ, വെള്ളം, ജൈവ വൈവിധ്യം എന്നിവയെ സംരക്ഷിക്കുകയും വേണം. പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലൂടെ ശുദ്ധമായ വായു, വെള്ളം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തുടങ്ങിയവ നമുക്ക് ലഭിക്കുന്നു. സസ്റ്റൈനബിൾ ഫാമിംഗ്, റീസൈക്ലിംഗ് ആൻഡ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സസ്റ്റൈനബിലിറ്റി കൈവരിക്കാൻ സാധിക്കും. ഇറ്റ് ഓൾസോ ഫോക്കസസ് ഓൺ ഫെയർനെസ്. എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നത് ഇത് ഉറപ്പാക്കുന്നു. അതിനായി ഗവൺമെന്റും ബിസിനസ്സും ഇൻഡിവിജ്വൽസും എല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. സോ ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ, ഭൂമിയെ മോശമായി ബാധിക്കാത്ത രീതിയിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു പോകാം. കുഴൽ കിണറുകൾ പെട്ടെന്ന് വെള്ളം നൽകുമായിരിക്കും, പക്ഷേ ഭൂഗർഭജലം വേഗത്തിൽ ഡ്രെയിൻ ആകാൻ അവ കാരണമാകും. കനത്ത മഴ പെയ്താൽ പോലും റീഫിൽ ആകാത്ത തരത്തിൽ അത് നമ്മുടെ ജലസമ്പത്തിനെ ഇല്ലാതാക്കും. ഭാവി തലമുറയെ സാരമായി ബാധിക്കും. ഇതൊക്കെ കൊണ്ടാണ് സർക്കാർ കുഴൽ കിണറുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അത്രയുള്ളൂ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് മറ്റ് ഉദാഹരണങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. കൂടുതൽ എക്സാം ഓറിയന്റഡ് സെഷൻസുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.